ഗോപി സുന്ദറിലൂടെ സുന്ദരമായി കറങ്ങി നടന്ന സുന്ദരിയായ അമൃത സുരേഷിന് അന്നേരം ഇതൊന്നും തോന്നിയില്ലല്ലോ. ഞാൻ എന്ത് തെറ്റാണ് എൻ്റെ ലൈഫിൽ ചെയ്തതായിട്ട് നിങ്ങൾ പറയണേ? ഓരോ കമന്റിലും അമൃത ചീത്തയാണ്, അമൃത ഇങ്ങനെയാണ്, അമൃത അങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ സോഫാറുള്ള എൻ്റെ ഐഡിയ സ്റ്റാർ സിംഗർ തുടങ്ങിയുള്ള ലൈഫ് എടുത്തോ, ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? ഒരു 18 വയസ്സിൽ ഭയങ്കരമായിട്ട് ഒരാളെ ആദ്യമായിട്ട് ഞാൻ സ്നേഹിച്ച് അയാളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. അയാളെ ഞാൻ കല്യാണം കഴിച്ചു. അന്ന് എന്നെ പ്രൊപ്പോസ് ചെയ്ത് എന്നെ ഇങ്ങോട്ട് പ്രൊപ്പോസ് ചെയ്ത കാര്യം പോലും പറയാൻ പാലിച്ചേരനൊന്നും മടിയായിരുന്നു. അതൊന്നും എനിക്ക് വിഷയമല്ല. അന്ന് ഗോപി സുന്ദറിൻ്റെ കൂടെ സുഖിച്ചപ്പം ഇങ്ങനൊരു മോളുണ്ടെന്നും മോക്ക് ഇങ്ങനക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്നും അല്ലെങ്കിൽ മോളുടെ കൂട്ടുകാരിങ്ങനൊക്കെ പിന്നെ നാണം കെടുത്തുവെന്നും പിന്നെ നിൻ്റെ അമ്മ എന്താ ഇങ്ങനെയെന്നൊന്നും ചോദിക്കുമെന്ന് വിചാരിച്ചില്ലേ അമൃത സുരേഷേ? കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി റീച്ച് ഉണ്ടാവുമല്ലോ. അതും നിങ്ങളുടെ കുടുംബ പ്രശ്നം ഈ സോഷ്യൽ മീഡിയ വഴി അങ്ങ് പറഞ്ഞ് വിഷയം പരിഹരിക്കാനല്ല നിങ്ങൾ ശ്രമിച്ചത് എന്നറിയാം. അത് കുറച്ച് റീച്ചിന് വേണ്ടി. കാരണം ഇപ്പോൾ ഹേമ കമ്മിറ്റി, ആ കമ്മിറ്റി, ഈ കമ്മിറ്റി കുറേ പേര് ഇത് ചെയ്ത് നടന്മാരങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പം അത് അവർക്ക് കുറേ ഇങ്ങനെ ക്യാമറ സ്പേസ് കിട്ടുമ്പം നമുക്ക് ക്യാമറ സ്പേസ് കിട്ടാത്തതുകൊണ്ടല്ലേ അമൃത സുരേഷെ ഇങ്ങനെ കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചത്. അതല്ലാതെ കുടുംബ പ്രശ്നം തീർക്കുന്നത് ഇങ്ങനെയാണോ? അപ്പോൾ ആ കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ പറയിച്ചത് മോശമായിപ്പോയി. ഹലോ, എൻ്റെ പേര് അവന്തിക എന്നാണ്. ഇന്ന് ഞാൻ ടോക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും എൻ്റെ ഫുൾ ഫാമിലിനെ, ദാറ്റ് മീൻസ് മീ, എൻ്റെ മദറിനെയും എൻ്റെ ആൻറ്റീനെയും എൻ്റെ അമ്മാമ്മനെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂവിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സ്പീക്കിംഗ് എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ പോലും ഇഷ്ടമല്ല. ഇറ്റ്സ് വെരി സെൻസിറ്റീവ് ടോപ്പിക് ഫോർ മീ. എല്ലാവരുടെയും വിചാരം ഞാനും എൻ്റെ മദറും ഭയങ്കര ബാഡാണ്, പക്ഷെ ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. സോ ബേസിക്കലി ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദറിനെ പറ്റിയാണ്. ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല. അത്രയും എന്നെയും എൻ്റെ മദറിനെയും എൻ്റെ അമ്മാവിനെയും എൻ്റെ ആൻറ്റീനെയും ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ആരാണ് ഗോപി തെറ്റ് ചെയ്യാത്തവർ? എല്ലാവരും തെറ്റ് ചെയ്യും. നിങ്ങൾ വിവാഹം കഴിഞ്ഞ് സമ്മതിച്ച് വിവാഹം കഴിഞ്ഞ് അത് പിരിഞ്ഞ് വേറെ കല്യാണം കഴിഞ്ഞ് അതിപ്പോൾ എന്തോ പ്രശ്നമുണ്ട്. ദാമ്പത്യ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ കയറി സോഷ്യൽ മീഡിയ വഴിയല്ല ദാമ്പത്യ ജീവിതം നിങ്ങളെ പരിഹരിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ബാലയ്ക്ക് കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചത് അങ്ങ് കൊണ്ട് സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം. മൈ ഫാദർ എന്ന് പറഞ്ഞു. താങ്ക് യു. നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല. മകളോട് തർക്കിക്കുകയാണെങ്കിൽ ഒരു അപ്പൻ ആണേ അല്ല. പിന്നെ പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് പാപ്പു 2-3 വയസ്സിലാണ് പോയത്. 3 വയസ്സാകുമ്പോൾ എന്നെ വിട്ട് അകന്നു പോയി. ഇപ്പൊ ക്ലാസ് എടുത്തടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു. ഞാനിത് തർക്കിക്കാനല്ല പറയുന്നത്. 5 ദിവസം വീട്ടിലിരുന്നു, അന്നം കൊടുത്തിട്ടില്ലെന്ന്. പാപ്പു ഇത് തർക്കിക്കാനില്ല. ജയിക്കാൻ പറ്റും. ഇന്ന് ഞാൻ തോറ്റു കൊടുക്കുക. നീ ജയിക്കണം. വാക്കായിരിക്കും പാപ്പു. നിന്റെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു. ഇഫ് യു ലവ് മീ, ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു. ആരുടെ കയ്യിലാണ് തെറ്റില്ലാത്ത? എല്ലാവരുടെയും കയ്യിൽ തെറ്റുണ്ട്. ഈ ബാലയുടെ കയ്യിൽ തെറ്റുണ്ട്, ഈ അമൃത സുരേഷിൻ്റെ കയ്യിലും തെറ്റുണ്ട്. അമൃത സുരേഷ് കടന്ന് കറങ്ങി നടന്നപ്പോൾ ഇതൊന്നും തെറ്റില്ലായിരുന്നു. അന്ന് ഈ കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ കൊച്ചിന് അന്നൊന്നും തെറ്റിദ്ധാരണ ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടത് സോഷ്യൽ മീഡിയ വഴിയല്ല. ഇവിടെ കുറേ ഉടായ്പകളും കള്ളത്തരങ്ങളും നടക്കുക. പിണറായി വിജയൻ്റെ ആയാലും സർക്കാരിൻ്റെ ആയാലും പല രാഷ്ട്രീയക്കാരുടെ ആയാലും. അതിൻ്റെ ഇടയിൽ കൂടെ ഈ അമൃത സുരേഷ് വേറെ പണിയൊന്നുമില്ല. നിങ്ങളല്ലാതെ പരിഹരിക്കാൻ നോക്ക്. ചുമ്മാ ആവശ്യമില്ലാതെ വന്ന് ഇപ്പോൾ വലിയ വിഷയം നടക്കും. ഹേമ കമ്മിറ്റി, അവിടെ സിദ്ദീഖ്, അവിടെ മറ്റേ ബാലേന്ദ്ര മേനോൻ, ഇവർ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഇന്ന് വെറുതെ ഇങ്ങനെ ചൊറിയായി. സിദ്ദീഖൊക്കെ ഒന്നാതെ ഉള്ളില്ല.
ആവശ്യമില്ലാത്ത കാര്യം നിങ്ങൾ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ അത് പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിക്കുക. അതായിരിക്കും നല്ലത്. ആരെങ്കിലും കൊണ്ട് ഇടനിലക്കാരനെ കൊണ്ട് വിളിപ്പിച്ച് സംസാരിച്ചാൽ പോരെ. അല്ല അവർക്ക് അത് സെൽഫായിട്ട് എടുത്തിട്ട് കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പുള്ളിയുടെ വാട്സപ്പിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അല്ലാതെ പിന്നെ എന്നിട്ട് നിങ്ങൾ തന്നെ റിയാക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കാനോ തീർക്കാതിരിക്കാനോ നോക്ക്. എൻ്റെ പൊന്ന് അമൃത സുരേഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഒരിക്കലും പറയരുത്. കറങ്ങി ഇതൊക്കെ കറക്കത്തിൻ്റെ ഭാഗമാണ്. കുറേ നാൾ പോയായിരുന്നല്ലോ, മറ്റേ ഗോപി സുന്ദർ കൊണ്ടുപോയായിരുന്നല്ലോ, കല്യാണം കഴിച്ചണക്ക് മാലയിട്ടു അതും ഇത് കൊണ്ടുപോയായിരുന്നല്ലോ. അതൊക്കെയാണ് ഇത് കണ്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ബാല അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. അപ്പോൾ ഓക്കെ, നന്ദി, നമസ്കാരം.